വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ അധികം ആളുകൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു കണ്ടന്റ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച പലരും നിങ്ങളെ ഇനി അവരുടെ ലൈഫിൽ വേണ്ട എന്നും പറഞ്ഞ് പോയിട്ടുണ്ടാവും അല്ലേ? അതിപ്പോൾ 3 മാസം അല്ലെങ്കിൽ 6 മാസം ഇനി 3 വർഷം വരെ നിങ്ങളുടെ കൂടെ എല്ലാത്തിനും കട്ട സപ്പോർട്ടായി നിന്നിട്ട് പെട്ടെന്ന് അവർ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ചിലർക്ക് നല്ല മെമ്മറീസ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും അങ്ങനെ പലരും പോകുന്നത്. എന്നാൽ അവരെ ജീവന് തുല്യം സ്നേഹിച്ച നിങ്ങൾക്ക് അവരില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയാണെങ്കിൽ ഈ പറയുന്ന ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സെൽഫ് ലവ് ആണ്. അതായത് നമ്മൾ സ്വയം നമ്മളെ തന്നെ സ്നേഹിക്കുക. ആരെങ്കിലും ഇട്ടിട്ട് പോയി എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് നല്ല നീട്ടി വളർത്തി മുടിയൊക്കെ വെട്ടിക്കളയാതെ. ഇപ്പൊ പെൺകുട്ടികളാണെങ്കിൽ അവര് മാക്സിമം ഷോർട്ട് ഹെയർ ആക്കും. ആൺകുട്ടികളാണെങ്കിൽ അവരെന്താ മുടിയൊക്കെ മുറിച്ച് മീശയൊക്കെ വടിച്ച് താടിയൊക്കെ ഷേവ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാതെ നിങ്ങളെ തന്നെ സ്വയം സ്നേഹിക്കുകയാണ് ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പൊ ഗേൾസ് ഒക്കെ ആണെങ്കിൽ ഡ്രസ്സിങ് സ്റ്റൈൽ തന്നെ മാറ്റും. അതായത് ഇപ്പോൾ ഷാളൊക്കെ ഇട്ട് നടന്നവര് ഭയങ്കര മോഡേൺ ആവും, അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് നടന്നവര് ഭയങ്കര മോഡേൺ ആവുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാതെ നിങ്ങൾ എന്താണോ നിങ്ങൾ അത് തന്നെയായിട്ട് ഇരിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക. അതാണ് നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം. നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയ ആ ഒരു കുട്ടി എന്താണെങ്കിലും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയ അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ ചേസ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ആ ഒരു കുട്ടി ചേസ് ചെയ്യുമ്പോൾ അവൾക്ക് തോന്നുകയാണ് ഇപ്പോൾ അവൻ കൂടുതലായിട്ട് അവന്റെ കാര്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കുന്നു. ഇത് കണ്ടിട്ടെങ്കിലും അവർ തിരികെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സെൽഫ് ലവ് ആണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ടിപ്പ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രയോറിറ്റിയാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങൾ തന്നെയായിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ളത്. കാരണം ഇത്രയും നാളും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു അവരുടെ ഇഷ്ടങ്ങളും അവരുടെ ഇഷ്ടക്കേടുകൾക്കൊക്കെ നിന്ന് നിങ്ങളുടെ പ്രയോറിറ്റിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ചു. ഇനി അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, അതായത് നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണോ നിങ്ങൾ അത് തന്നെ ചെയ്യുക. ഇതാണ് നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യം. മറ്റുള്ളവർക്ക് വേണ്ടി ഇത്രയും നാൾ ജീവിച്ച ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ തുടങ്ങുക. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കുക. ഇത്രയും നാൾ നിങ്ങളുടെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആൺകുട്ടിക്ക് ഇഷ്ടമല്ല എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഫുഡ് ഒഴിവാക്കി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് വേണ്ടെന്ന് വെച്ചു. ചിലരുണ്ട് മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ആ ഒരു കുട്ടി നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു കുട്ടിക്ക് ഇഷ്ടമല്ല എന്ന് വിചാരിച്ചിട്ട് അതൊന്നും ചെയ്യാതെ നടക്കുന്നവരുണ്ട്. പിന്നെയുണ്ട് ചിലര് സെക്കൻഡ് സ്റ്റഡ് കുത്തണം അല്ലെങ്കിൽ മൂക്ക് കുത്തണം എന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ട്. പിന്നെ ടാറ്റു അടിക്കണം. ഇതൊന്നും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കുട്ടിക്ക് ഇഷ്ടമല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചെയ്യാതെ നടന്നിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണ് ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം. അതായത് നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ നല്ല ഹാപ്പിയാണ്. അതായത് നിങ്ങൾ എന്നും നല്ല നല്ല ഫുഡുകൾ കഴിക്കുന്നു, നന്നായിട്ട് ട്രാവൽ ചെയ്യുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നിങ്ങളെ ഇട്ടിട്ട് പോയ ഒരു കുട്ടിക്ക് നിങ്ങളോട് ചെറിയൊരു അസൂയ ഉണ്ടാവുകയും നിങ്ങളുടെ ലൈഫിലേക്ക് അവർ തിരികെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ നിങ്ങൾക്ക് തന്നെ ഇങ്ങനെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ട് എല്ലാ കാര്യത്തിലും ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ കുറച്ച് പോസിറ്റീവ് എനർജി കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആകുകയും നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഐ ആം ഹാപ്പി. ഞാൻ എപ്പോഴും സന്തോഷവാനാണ് അല്ലെങ്കിൽ സന്തോഷവതിയാണ് എന്നുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എപ്പോഴും വരുത്തുകയാണ് നിങ്ങൾ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം. അതായത് എപ്പോഴും നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക. അവരെന്നെ ഇട്ടിട്ട് പോയി അല്ലെങ്കിൽ അവരെന്നെ തേച്ചിട്ട് പോയി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് വിഷമിക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ അതൊക്കെ ചെയ്യുക. ഈ കൂടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യമാണ് നിങ്ങളുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം, നിങ്ങളുടെ വാട്സപ്പ്, ഇതിലൊക്കെ നിങ്ങൾ നല്ല നല്ല സ്റ്റാറ്റസുകൾ ഇടുക എന്നത്. അതായത് നല്ല സന്തോഷത്തിലുള്ള സ്റ്റാറ്റസുകൾ, നല്ല നല്ല ഫുഡ് കഴിക്കുന്നത്, ട്രിപ്പ് പോകുന്നത്, ഇങ്ങനെ തുടങ്ങി ബീച്ചിൽ പോകുക, അങ്ങനെ നല്ല നല്ല സ്റ്റാറ്റസുകൾ, അതായത് ട്രിപ്പിന്റെയും ഫുഡിന്റെയും അങ്ങനെ ഭയങ്കര നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റാറ്റസ് ഇടണം. ഇത് എന്താണെങ്കിലും നിങ്ങളെ ആ ഇട്ടിട്ട് പോയൊരു കുട്ടി ഉണ്ടല്ലോ, ആ ഒരു കുട്ടി കാണുകയും നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ആ ഒരു കുട്ടി നിങ്ങളെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും വാട്സപ്പിലും ഒക്കെ ബ്ലോക്ക് ആക്കിയെങ്കിലും ആ ഒരു കുട്ടിയുടെ ഒരു ഫ്രണ്ട് എന്താണെങ്കിലും നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ആ കുട്ടി കണ്ടില്ലെങ്കിൽ പോലും ആ കുട്ടിയുടെ ഫ്രണ്ട് ഈ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിന്റെ എക്സ് ഭയങ്കര ഹാപ്പിയാണ്, ട്രിപ്പ് പോകുന്നു, ഫുഡ് കഴിക്കണോ, ബീച്ചിൽ പോകുന്നു, എന്തൊരു ഹാപ്പിയാണ് അവൻ അല്ലെങ്കിൽ എന്തൊരു ഹാപ്പിയാണ് അവള്, നീ ഇല്ലെങ്കിൽ അവർക്കൊരു പ്രശ്നമൊന്നും ഇല്ലെന്നാ തോന്നി എന്നും പറഞ്ഞിട്ടെങ്കിലും
ഈ ഒരു കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ സ്റ്റാറ്റസും കാര്യങ്ങളും ഒക്കെ എന്താണെങ്കിലും നിങ്ങൾ ഇട്ടിട്ട് പോയ ഒരു കുട്ടിനെ കാണിക്കും. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും അവർക്ക് തോന്നും ഞാനും കൂടി ആ ഒരു സമയം അവൻ്റെ കൂടെ അല്ലെങ്കിൽ അവളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ട് അവർ തിരികെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു എക്സിന്റെ ഫ്രണ്ട് നിങ്ങളുടെ സ്റ്റാറ്റസും സ്റ്റോറീസും ഒക്കെ കാണിക്കുന്നത് ആ ഒരു കുട്ടീനെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് അതൊരു പോസിറ്റീവായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരിക. കാരണം ആ ഒരു കുട്ടിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ആ ഒരു ടെൻഡൻസി കൂടുകയാണ് അതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ 3 കാര്യങ്ങളും എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു സബ്ജക്റ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.